ഇറങ്ങിയിട്ട് ചാമ്പർ ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വെള്ളമായി നോക്കട്ടെ. ചൊറിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. വെള്ളം ഒന്നും ഒരിടം പോകുന്നു. ഞാൻ പോയി ഇനി ലാസ്റ്റ് കയറി നോക്കട്ടെ വെള്ളം എന്തായാലും പേടിയണ്ട. പക്ഷെ ഭയങ്കര മുള്ളാണ് ഇതിൽ. ഇന്നലെ വീഡിയോ ഇട്ടില്ല, ഇന്ന് പോയി വീഡിയോ ഇടണം. കറണ്ട് അവിടുന്ന് വൈഫൈ ഓണാക്കിയിട്ടില്ല ഇതുവരെ. പിന്നെ മുമ്പേ മണ്ടേ പോയി ഞാൻ വ്യൂ ഒക്കെ ഒന്ന് നോക്കട്ടെ. കണ്ട അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല, നമ്മളെ വഴിയും വെള്ളം കൊണ്ട് നിറയെ. വൈകുന്നേരം പറ്റുമെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് എടുത്തുതരാം. സെറ്റായി പുളിക്കും. സിറ്റി ഓഫ് ഒമാൻ പൊളിക്കുകയല്ലേ. ഇനി അടുത്ത് നേരെ താഴെ ഇറങ്ങി ഇവിടുത്തെ ഒരു വ്യൂ കൂടി നോക്കട്ടെ. അവേ ഇതർ ബി അച്ചായി ഇങ്ങനെ കയറി താഴെ ഇറങ്ങിപ്പോയി നോക്കട്ടെ. നീ കറണ്ട് ഇവിടെ കറണ്ട് ഉണ്ടോ? അതിൻ്റെ ഓണാക്കിയിട്ടില്ലായിരുന്നു വൈഫൈ. ഓണാക്കിയോ ഇല്ലയെന്നൊന്ന് നോക്കി അപ്ലോഡ് ചെയ്തു. അതേ കമ്പ്യൂട്ടറെല്ലാം ചെക്ക് ചെയ്താൽ കുഴപ്പമില്ല. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു എന്തിരെന്ന് പറയാൻ, തുണിയൊക്കെ നനച്ചിട്ട് കുറേ നാളായി. അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഇവിടെ. ഒന്നും അറിഞ്ഞില്ല മഴ ഉണ്ടാ. ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരേ പെയ്യുള്ളൂ. 5-10 മിനിറ്റേ പെയ്യുള്ളൂ. ഒരടി. അതായത് ഒരു ദിവസം വേണ മഴ 5 മിനിറ്റ് കൊണ്ട് പെയ്യിപ്പിക്കും. മനസ്സിലായല്ല? മോട്ടറിൽ പമ്പ് ചെയ്ത് അടിക്കില്ല, അതുപോലെ തന്നെ ഇവിടെ അടിച്ചാലാണ്. ഒരു വെറൈറ്റി ടൈപ്പ് ആണ് ഇവിടെയുള്ള കാര്യങ്ങൾ. ഞാൻ പോയി ഒന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരണം. ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ പോലെ വീണ്ടും ഉണ്ടാക്കുക. വെക്കാൻ ഒരു ഇതായില്ല, അല്ലെങ്കിൽ സ്പീഡിൽ ആപ്പ് ചെയ്തെടുക്കുകയായിരുന്നു. വെക്കേണ്ട ഒരു ഇതില്ല ഫോണിൽ. ഇങ്ങനെ വെക്കേണ്ടല്ല ഇതുണ്ടായിരുന്നെങ്കിൽ സ്റ്റാൻഡെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് വെച്ചെടുക്കുക. വെക്കേണ്ടതേ ഇല്ല, അതാണ് വിഷയം. അല്ലെങ്കിൽ ഒരാൾ ഉണ്ടാക്കണ ഒരാൾ ഫോൺ പിടിക്കും. രണ്ട് സൈഡ് റെഡിയാക്കിയതായിരിക്കും. കഴിയോ പോവുക. അപ്പോൾ ഇനി വല്ലതും ബ്രെഡും അത് തന്നെ കഴിക്കണം. ബ്രെഡും മുട്ടയാണ്, അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് പറഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം. വിശക്കണം. അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയാക്കാം. ബോറടിച്ചാണ്. ബോറടി പ്ലസ് വിശക്കണായിരുന്നു. ഇതും കഴിക്കും. ബ്രെഡ് ഓട്സ് ചോക്ലേറ്റിൻ്റെ പൊടി ഞാൻ പറഞ്ഞാത്തൊന്ന് പോയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സൈഫയുടെ എൻ്റെ ഓപ്പൺ ആകട്ടെ. കുറച്ച് ഓപ്പൺ ചെയ്താൽ മതി. ഔട്ട്ലെറ്റ് 200 പോകണുള്ളൂ. വെള്ളം പോകണില്ല. കൂടുതൽ നിറച്ച് വെച്ചിട്ടും കാര്യമില്ല. പയ്യെ നിറച്ചാൽ മതി. 200 പോകണുള്ളൂ. 180 ഇൻലെറ്റ് വന്നുകൊണ്ടിരിക്കുകയും ലെവൽ ഡൗൺ ആയി കുഴപ്പമില്ല. ശലം തുറന്ന് വെച്ചാൽ പയ്യെ കയറിക്കൊള്ളൂ. മറ്റു വെള്ളം കളയണം. അകത്തുള്ള വീഡിയോ എടുക്കാത്ത നേരെ നിൽക്കാൻ പറ്റില്ല. അകത്ത് വെള്ളം കളയണം. അകത്തുള്ള വീഡിയോ എടുക്കാത്ത 6 മണി അടുപ്പിച്ചേ. ഇനിയും പോകും 1.5 മണിക്കൂറും കൂടി. ഞാൻ പുറത്തിറങ്ങട്ടെ. എനിക്ക് ഒരു സാധനം വാങ്ങിക്കാണ്ട്. ഇന്ന് റോഡിൽ കൂടി പോകണം. ലോങ് ടൈം എടുക്കും. ചെക്ക് ചെയ്തിട്ട് ഞാൻ പോകും. ഏട്ടാ എന്നാൽ ഇറങ്ങാം. ഫോൺ വേണ്ടിയാ കൊടുത്തു. ഔട്ട് ഇന്നും സെയിമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ കയറട്ടെ. ഇറങ്ങാട്ടാ പുറത്ത്. ഇവിടെ വെള്ളം കുറച്ചേ ഉള്ളൂ. ഇത് തന്നെ കൂടി കെട്ടുണ്ട്, വഴിയുണ്ട്, കുഴപ്പമില്ല. എല്ലാം പറയും എങ്ങനെയാണ് നടക്കണോടെ കുറച്ച്. അതാണ് വിഷയം. ഈ വഴി മഡ്രൈസിലുള്ള വണ്ടി ഉണ്ടല്ലോ, 4 കിലോ. ഇങ്ങനെ ചിലർ നമ്മളെ നാട്ടിൽ കെട്ടി കിടക്കുമല്ലോ, അതുപോലെ തന്നെ അല്ലേ ഇവിടുത്തെ വെയിലിന് അടിക്കുമ്പോൾ. അത് വെയിലടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് തന്നെ ഇത് ആവിയായി തീരും. അതുകൊണ്ട് ഈ വെള്ളമൊന്നും ഇവിടെ ഒന്നുമല്ല. വെള്ളം പോണത് കാണിച്ചു തരാം. ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഇവിടെ എത്ര അടി നല്ല താഴ്ചയുള്ള സ്ഥലമാണ് അല്ലേ. ഡാം പോലെ പോകുന്നുണ്ട്. ഞാൻ റോട്ടിൽ കയറാം. എന്നെ വിട്ട്
ഇത് കണക്റ്റായിട്ട് അങ്ങ് കിടന്ന സാധനമാണ് അവിടെ. എനിക്കിപ്പോഴും അറിയാം, ഓർമ്മയുണ്ടത്. ഇപ്പം പാർക്ക് നിറച്ചാട്, മഴയായതുകൊണ്ട് വലിയ ചൂടുമില്ല തണുപ്പുമില്ല, സൂപ്പർ ക്ലൈമറ്റ്. ഇനി ഏകദേശം അരമണിക്കൂറോളം നിൽക്കും ഇതുപോലെ എന്നാണ് പ്രതീക്ഷ. കൂട്ടുകാരൻ പറയുക എങ്ങനെയാണ് അങ്ങനെ സൺസെറ്റ്. ഇന്നത്തെ വലിയ മേഘമുണ്ട്, പക്ഷേ സൂര്യൻ അത്ര പവറില്ല, പവർ ഡൗണ്. സൂര്യന് പവർ തോന്നിക്കുന്നില്ല. ഇനി പോയി കട വരെ പോട്ടു. കടയിലെത്തി, ഇതുണ്ട് ഷോപ്പിൽ എത്തി, വാങ്ങിക്കെത്തി ഉണ്ടാക്കി ഫുഡ്. ഇനി ഇതും കഴിച്ചിട്ട് നേരെ പോകണം. ഇത് കഴിക്കുന്നതിന് മുമ്പേ ഞാൻ കടയിൽ നിന്ന് വന്ന് തിരിച്ച് വന്ന് ഇതുണ്ടാക്കി. അതിനിടയ്ക്ക് കോൾ വന്ന് അവിടുത്തെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. അപ്പോൾ ഷട്ടറൊന്നും അടച്ച് മഴയായതുകൊണ്ട് മിനിസ്റ്റർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും അയച്ച് അതും എടുത്ത് കൊടുത്ത് എന്നിട്ട് ഇതുണ്ടാക്കി ഇവിടെ കഴിക്കുകയായിരുന്നു. ഏകദേശം ഇപ്പോൾ എത്ര മണിയായി? 7:30. ഇതും കഴിച്ചിട്ട് നേരെ കളിക്കാൻ കയറണം. നേരെ പോവുകയാണ് ഗെയിം കളിക്കാൻ. ഫുഡ് കഴിച്ചിന്ന് വയറ് വിത്ത് സെറ്റാക്കി. വേറെ പരിപാടിയൊന്നുമില്ല, അവിടെ നിന്ന് ഗെയിം കളിക്കുക, ഇതൊക്കെ തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്, ബൈ.